ശരി. ശ്രീ കെ സി സുധീർ ബാബു, ഈ ശിവനെയും ശാരദാദേവിയെയും പ്രതിഷ്ഠിച്ച ദൈവദശകം ഉൾപ്പെടെയുള്ള മഹത് ഗ്രന്ഥങ്ങൾ രചിച്ച ഗുരുദേവന് സനാതന ധർമ്മവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിലുള്ള ഒരു യുക്തി എന്താണ്? അതിന് പിന്നിൽ യാതൊരു യുക്തിയുമില്ല. അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരു തന്നെ പല പ്രാവശ്യമായി സനാതന ധർമ്മത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ആദർശങ്ങൾ അദ്ദേഹത്തിൻ്റെ മഹാകൃതികളിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. അനുകമ്പാ ദശകത്തിൽ അദ്ദേഹം ഒരു പീഡ എറുമ്പനും വരുത്തരുതെന്നുള്ള അനുകമ്പ മനുഷ്യനുണ്ടാവണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സനാതന ധർമ്മത്തിൻ്റെ അടിസ്ഥാന മൂല്യമാണ്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരന് സുഖത്തിനായി വരണം എന്ന് ആത്മോപദേശ ശതകത്തിൽ അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ അയല് തഴപ്പതിനായി അതിപ്രയത്നം നയമറിയും നരൻ ആചരിച്ചിടേണം. ഇതൊക്കെ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന സങ്കല്പത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള മഹത്തായ പ്രഖ്യാപനങ്ങളാണ്. ഇത് ജീവിത മൂല്യങ്ങളാണ്. ഭാരതത്തിൻ്റെ മാത്രമല്ല, ലോകത്തിൽ എവിടെയും ജീവിക്കുന്ന സർവ്വ മനുഷ്യരും അനുഷ്ഠിക്കേണ്ടുന്ന സനാതനധർമ്മം എന്ന കേന്ദ്ര ആശയത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള വലിയ പ്രഖ്യാപനങ്ങളാണ്. ദൈവദശകവും അനുകമ്പാദശകവും ശിവശതകവും ആത്മോപദേശ ശതകവും ഒക്കെ എഴുതിയ ശ്രീനാരായണ ഗുരുവിൻ്റെ കാഴ്ചപ്പാട് ഭാരതീയവും സനാതനധർമ്മം എന്ന് പറയുന്ന കേന്ദ്ര ആശയത്തിൽ അധിഷ്ഠിതമാണ് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. ഇത് വർണ്ണാശ്രമ വ്യവസ്ഥയുമായി നേരിട്ട് ബന്ധപ്പെടുന്നതല്ല. ഭാരതത്തിലെ ജീവിതം പലപ്പോഴും ആശയങ്ങളിൽ നിന്ന് അകന്നു പോവുകയും അത് ക്ഷയിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ക്ഷയിച്ചപ്പോഴൊക്കെ ഓരോ മഹാത്മാക്കൾ ഭാരതത്തിൻ്റെ സനാതനധർമ്മത്തിൽ അധിഷ്ഠിതമായ കേന്ദ്ര ആശയങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ നഷ്ടപ്പെട്ടു പോയ ജീവിതത്തെ വീണ്ടെടുത്തവരാണ്. ശ്രീരാമനും ശ്രീകൃഷ്ണനും ബുദ്ധനും ശങ്കരനും ദയാനന്ദനും വിവേകാനന്ദ സ്വാമികളും മഹർഷി അരവിന്ദനും ശ്രീനാരായണ ഗുരുവും ഒക്കെ ഒരേ പാരമ്പര്യത്തിൽ വരുന്നവരാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തെറ്റിദ്ധാരണ പരത്താനും രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തുന്ന ഇത്തരം പ്രചരണങ്ങളിൽ നിന്ന് ദയവായി അങ്ങ് ഒഴിഞ്ഞു നിൽക്കണം എന്നാണ് ഒരു വൈചാരിക പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. ശരി. ശ്രീ മാർത്ത സുന്ദരേശൻ, ഈ ഭാരതം ലോകത്തിന് നൽകിയ സംഭാവനകൾക്കൊക്കെ ഈ സനാതന ധർമ്മത്തിൻ്റെ ഒരു കയ്യൊപ്പ് കാണാൻ കഴിയില്ലേ? ഇപ്പോൾ അദ്വൈത സിദ്ധാന്തത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നതിലും തത്വമസിയിലും ഇതൊക്കെ അത് അനുഭവവേദ്യമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെയൊക്കെ ഒരു നിമിഷം കൊണ്ട് തള്ളിപ്പറയാൻ കഴിയുന്നതാണോ? പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ലോകത്തിന് മുമ്പിൽ ഭാരതം ഇന്ന് ഗുരുസ്ഥാനത്ത് നിൽക്കുന്നെങ്കിൽ അത് ഈ സനാതന ധർമ്മം എന്ന തത്വം ഉണ്ടായതുകൊണ്ട് തന്നെയാണ്. ഈ ലോകത്ത് ആധ്യാത്മികത എന്ന് പറയുന്നത് ഭാരതത്തിൽ മാത്രമല്ല, എന്നാൽ ആധ്യാത്മികതയുടെ അനന്ത തലങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞത്, അനുഭവിച്ചറിയാൻ കഴിഞ്ഞത് അത് ഭാരതത്തിലെ സനാതന ധർമ്മത്തിന്റെ വക്താക്കളായ ഋഷീശ്വരന്മാരാണ്. ആ ഋഷീശ്വര പരമ്പരയിലെ ഒരു കണ്ണിയാണ് ശ്രീനാരായണ ഗുരുദേവൻ. അദ്ദേഹം ദൈവം ആരാണ് എന്ന ചോദ്യത്തിന് ലളിതമായിട്ട് അദ്ദേഹത്തിന്റെ ദൈവദശകത്തിൽ കൂടി നമുക്ക് തന്നിട്ടുണ്ട്. അന്ന വസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. ഇത് ഏതൊരു വ്യക്തിയിലും അവനവന്റെ ഭൗതികവും ആധ്യാത്മികവുമായിരിക്കുന്ന വളർച്ചയ്ക്ക് ഉതകുന്ന ജ്ഞാനം, അതുപോലെ അന്നം, ഇത് രണ്ടും കൊടുക്കാൻ കഴിയുന്നവരെ ദൈവമായി കാണാൻ പഠിപ്പിക്കുന്ന ഒരു സംസ്കാരമാണ് നമുക്കുള്ളത്. പിന്നെ ഇവിടെ ഇപ്പൊ ഒരു പ്രധാന കാര്യം, ഭാരതം ലോകത്തിന് മുമ്പിൽ വെച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം, ദൈവം എന്ന കൺസെപ്റ്റിനും അപ്പുറം നമുക്ക് ഈശ്വരൻ എന്ന ഒരു കൺസെപ്റ്റാണ് ഉള്ളത്. ദൈവങ്ങൾ ഒരുപാടുണ്ടാകാം, പക്ഷെ ഈശ്വരൻ ഒന്നേ ഉള്ളൂ. ഇതാണ് നാനാത്വത്തിലെ ഏകത്വം എന്ന ഇന്ന് ലോകം പാടി പുകഴ്ത്തുന്ന ആ സംസ്കാരത്തിന്റെ അടിസ്ഥാന തത്വം. അതാണ് ഒന്ന് രണ്ടില്ലാതെ ആത്മാ, മായയാൽ
ഒന്ന് രണ്ടെന്ന് തോന്നിച്ചു എന്ന് പറയുന്ന ആ ഭാഗവത തത്വവും ഒക്കെ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇവിടെ ഒരു സുഹൃത്ത് പറഞ്ഞു അർത്ഥമറിയാതെ പറയുന്നു. 100% അത് സമ്മതിക്കണം. എന്താ കാര്യം? ഈ അർത്ഥമറിയാതെ ഗ്രന്ഥം കാണാതെ ആരൊക്കെയോ പറഞ്ഞ് വിമർശിച്ച കാര്യങ്ങളെ അതേപടി മറ്റ് വേദികളിൽ അവതരിപ്പിക്കുന്ന ഒരു വിഭാഗമാണ് ഇന്ന് കേരളത്തിൽ കാണുന്ന ഈ സനാതനധർമ്മ വിമർശകരെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ ഒരു കാര്യം പറയണ്ട, വേദം ചൊല്ലുന്നവരുടെയൊക്കെ ചെവിയിൽ ഈയം ഒരുക്കി ഒഴിക്കണമെന്ന്. അദ്ദേഹം ഒന്ന് പറയണം, ഇത് ഏത് ഗ്രന്ഥത്തിലെ ഏത് ശ്ലോകമാണ്, ഏത് ഭാഗത്താണ് ഉൾപ്പെട്ടിരിക്കുന്നത്, എല്ലാവരും ഒന്ന് അറിയട്ടെ. അത് ഒന്ന് പറയണം. അങ്ങ് ആ ഗ്രന്ഥം കണ്ടിട്ടുണ്ടോ എന്നുകൂടി ഒന്ന് പറയുക. അതുപോലെ തന്നെയാണ് ഭാരതം എന്ന വാക്കിന്റെ തന്നെ അർത്ഥം എന്താണ്? അറിവിൽ രതിയുള്ള ദേശമെന്നാണ്. ഭാ എന്ന അക്ഷരത്തിന്റെ അർത്ഥം അറിവെന്നും പ്രകാശമെന്നും ഒക്കെയാണ്. അപ്പോ അറിവിൽ രതിയുള്ള, അറിവിൽ താല്പര്യമുള്ള, അറിവുള്ളവരുടെ ദേശമാണ് ഭാരതം. ആ അറിവ് തന്നെയാണ് ലോകത്ത് ഇന്ന് എല്ലായിടത്തേക്കും എത്തിക്കൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഭാരതം ലോക ഗുരുവായിട്ട് പണ്ടും ഇന്നും അംഗീകരിക്കപ്പെടുന്നതും എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സനാതനധർമ്മത്തെ അധിക്ഷേപിക്കുന്നതിൽ കൂടി ഇവർ ചെയ്യുന്നത് സ്വന്തം പൈതൃകത്തെയും സ്വന്തം സംസ്കാരത്തെയും സ്വന്തം രാജ്യത്തെയും കൂടിയാണ് അപമാനിക്കുന്നതെന്ന് ഇത്തരം ആളുകളൊന്നും മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രങ്ങൾ ദേവാലയമാണ് വിദ്യാലയം എന്ന് പറഞ്ഞയാളാണ് ശ്രീനാരായണ ഗുരുദേവൻ. ദേവാലയം വിദ്യാലയമാണെന്ന് പ്രഖ്യാപിച്ച, എന്നിട്ട് ആ ദേവപ്രതിഷ്ഠ നടത്തിയ ആളാണ്. അപ്പൊ അദ്ദേഹം സനാതനധർമ്മത്തിന്റെ ഭാഗമല്ല എന്നൊക്കെ പറയാനെ കൊണ്ട് കഴിയുന്നെങ്കിൽ അതിൽ ദുരുദ്ദേശമുണ്ട് എന്നുള്ളതിന് രണ്ടാമതൊരു തർക്കത്തിന്റെ ആവശ്യമില്ല. അതിന് വ്യക്തമല്ലേ? മാത്രവുമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന തത്വം, ഭാരതത്തിലെ എല്ലാ കൃതികളിലും ആധ്യാത്മികതയാണ് മുന്നിൽ നിൽക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾ തന്നെ പരിശോധിച്ചു നോക്കൂ. സനാതനധർമ്മത്തിന്റെ പ്രാർത്ഥനയിൽ വളരെ വ്യക്തമായ സർവേഷാം സ്വസ്തിർഭവതു, സർവേഷാം ശാന്തിർഭവതു, സർവേഷാം പൂർണ്ണം ഭവതു, സർവേഷാം മംഗളം ഭവതു. അല്ലാതെ എനിക്ക് സുഖം ഉണ്ടാകണമെന്നോ, എന്റെ മതത്തിന് സുഖം ഉണ്ടാവണമെന്നോ, എന്റെ വിഭാഗത്തിന് മാത്രം സുഖം ഉണ്ടാകണമെന്നോ പ്രാർത്ഥിക്കുന്ന ഒരു സംസ്കാരമായിരുന്നില്ല. പിന്നെ നമ്മൾ മനസ്സിലാക്കണം, ഈ പറയുന്ന ഗ്രന്ഥങ്ങളൊന്നും ഇന്നലെ എഴുതി ഉണ്ടാക്കിയതല്ല. അദ്ദേഹം പറയുന്നത് കേട്ടു, സനാതനം എന്ന പദം ഈ അടുത്ത കാലത്ത് ഉണ്ടായതാണെന്ന്. നോക്കൂ എത്ര വികലമായിട്ടാണ് ആ ഒരു തെറ്റിദ്ധാരണ പരത്തുന്നതെന്ന്. ഭാരതത്തിലെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളിലല്ല, ഭഗവത്ഗീതയിലും മഹാഭാരതത്തിലും സനാതനം എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്ത്, അങ്ങ് മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശരി. ശ്രീ രാധാകൃഷ്ണൻ ചെറുവല്ലി, ആദ്യം ഇതിനുള്ള മറുപടി, അതിനുശേഷം എനിക്ക് താങ്കളോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്.